ഹായ്, സൈലം PSC യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മലയാളത്തിലെ കൺഫ്യൂസിംഗ് ഫാക്ടറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പലവട്ടം പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള പദങ്ങളാണ്. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുകയും എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അജഗജാന്തരമായിട്ടുള്ള പദങ്ങളാണിത്. കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ടോടുകൂടി നമുക്ക് എന്തായാലും ആരംഭിക്കാം. ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നുന്ന തരത്തിലുള്ള പദങ്ങളാണ്. പക്ഷെ ഒട്ടും കൺഫ്യൂഷൻ അടിക്കണ്ട, പഠിച്ചു കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. നോക്കിയാലോ? യെസ്. പരഭൃത്ത് കാക്ക, പരഭൃതം കുയിൽ. എങ്ങനെ നമ്മളിതൊന്ന് പഠിച്ചു വയ്ക്കും? പരഭൃത്ത് എന്ന് എഴുതുമ്പോഴേ ഞാനാണെങ്കിൽ ഈ ചന്ദ്രക്കല ഇടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇട്ടിട്ട് ദാ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടൂടാ. സമ്പ്രദോകാരം ഒരിക്കലും ഒരു മലയാളം ടീച്ചർ അങ്ങനെ ഇടാൻ പാടില്ല. എന്നാലും നമ്മൾ സ്പീഡിനൊക്കെ എഴുതുന്ന സമയത്ത് സമ്പ്രദോകാരം ഇതാണ് കറക്റ്റ് ഫോർമാറ്റ്. പക്ഷെ നമ്മൾ സ്പീഡിന് എഴുതുമ്പോൾ ഒരു കാക്ക വരയ്ക്കും പോലെ എഴുതൂലേ? അപ്പൊ പരഭൃത്ത് കാക്ക എഴുതും പോലെ ചന്ദ്രകല കാക്കയെ പോലെ വരച്ചു വയ്ക്കുന്നത് പരഭൃത്ത്. പരഭൃത്ത് കാക്ക. ഇത് കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ അർത്ഥം പര്യായം ചോദ്യമായിരുന്നു. പരഭൃതം എന്ന് ഞാൻ എഴുതുമ്പോൾ ഒരു അല്ലേ? ഇത് കാണുമ്പം കുഞ്ഞു കുട്ടികൾ പറയൂലേ, കുഞ്ഞു മക്കളൊക്കെ പറയത്തില്ലേ, മുട്ട മുട്ടയെന്ന്, കോഴമുട്ടയെ പോലെ ഇരിക്കുന്നു എന്ന്. അപ്പൊ ഈ കുയിലിനൊരു സ്വഭാവം ഉണ്ടല്ലോ, പതിയെ പോയി എവിടെ മുട്ടയിട്ട് വെക്കും? കാക്കയുടെ കൂട്ടില്. അതുകൊണ്ടല്ലേ കുയിലിനെ വിളിക്കുന്നത് കള്ളിപ്പൂങ്കുയിലേ, അല്ലേ? കള്ളിപ്പൂങ്കുയിലേ. അപ്പൊ കള്ളിയാണ് അവൾ മുട്ട എവിടെ കൊണ്ടിടും? കാക്കയുടെ കൂട്ടിൽ. അപ്പൊ കാക്കയ്ക്കൊരു അടയാളം പരഭൃത്തിലുണ്ട്. പരഭൃതം, അവസാനം ഒരു മുട്ട കാണുന്നുണ്ടല്ലോ. യെസ്, അത് കുയിലിന്റെ മുട്ടയാണ്. അപ്പൊ മുട്ടയുള്ളത് കുയില്, ഇങ്ങനെ കാക്കയെ പോലെ ഇരിക്കുന്നത് പരഭൃത്ത്, പരഭൃതം. മറക്കരുതേ. ഇനി കരവം എന്നറിയപ്പെടുന്നത് മയിലാണ്. കരവം, മയിൽ എന്ന് തന്നെ പഠിക്കുക. അതേസമയം കാ കാ എന്ന് രവം ഉണ്ടാക്കുന്നത് കാരവം. നമ്മൾ പഠിച്ചിട്ടില്ലേ രവം എന്ന് പറഞ്ഞാൽ എന്താന്ന്? രവം ഓർ ആരവം, ഇത് രണ്ടും എന്താണ്? ശബ്ദമാണ് അല്ലേ? യെസ്, ശബ്ദം. രവവും ആരവവും ശബ്ദമാണ്. അപ്പൊ പിന്നെ കാ കാ എന്ന് രവം ഉണ്ടാക്കുന്നത് കൊണ്ട് കാരവം കാക്ക. കരവം അങ്ങ് മയിലെന്ന് പഠിച്ചാൽ മതി. ഇനി എന്താണ് ഈ കൈരവം? കൈരവിയുടെ കാമുകി. കൈരവി ആരാ? കൈരവി ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ കാമുകിയാണല്ലോ ആര്? ആമ്പല്. അപ്പൊ കൈരവി കൈരവം. കൈരവം എന്താണ്? കൈരവം ആമ്പലാണ്. കൈരവം ആമ്പലും, കാരവം കാക്കയും, കരവം മയിലും. മറക്കരുതേ. അടുത്തെപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒന്നാണ് മയൂരവും മയൂഖവും. ഞാൻ വെറുതെ ഇങ്ങനെ നമ്മുടെ സൈലം PSCയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളോട് ചോദിക്കും, മക്കളെ എന്താ മക്കളെ മയൂഖം? ഉടനെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് മെസ്സേജ് വരും, മയില് 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 മയില്. ഞാൻ രാരാ അതാണ് ട്യൂണിട്ടവർക്ക് മനസ്സിലായിക്കോളും. ട്യൂണിട്ടാൽ എന്തായി? നാഗവല്ലിയായി. മയൂഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മയിലാകുന്നത്? മയൂരം അല്ലേ മയില്? അത് തെറ്റിപ്പോകാതിരിക്കാൻ ഒരു പാട്ടുപോലെ പഠിച്ചു വെച്ചാൽ മതി. മയൂര നടനം ആടിനാൻ. യഥാർത്ഥത്തിൽ ആനന്ദ നടനമാണ്. പക്ഷേ ഈ ആനന്ദ നടനം അങ്ങ് വിട്ടിട്ട് മയിലല്ലേ നൃത്തം ചെയ്യുന്നത്. അതുകൊണ്ട് മയൂര നടനം അങ്ങ് ഓർത്തു വെക്കുക. മയൂര നടനം ആടിനാൻ എന്നൊരു പാട്ട് മാത്രം ഓർത്താൽ മതി. അപ്പൊ നൃത്തം ചെയ്യുന്നത് എന്തായാലും മയൂരമാണ് എന്ന് ഓർത്തിട്ട് മയൂര നടനം. ലിറിക്കൊക്കെ ഒന്ന് നമ്മൾ തെറ്റിച്ച് മറന്നു പോകാതിരിക്കാനായിട്ട് ഓർത്തു വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതങ്ങ് പ്രചരിപ്പിക്കാതിരുന്നാൽ മതി. ഇപ്പൊ പ്രചരിച്ചല്ലോ യൂട്യൂബിലൂടെ. ആനന്ദ നടനമാണ്, പക്ഷെ നമ്മൾ മയൂര നടനം. ഇത് നമ്മുടെ പാട്ട്, വേറെ പാട്ട്. ശരിക്ക് കവി എഴുതിയ പാട്ടല്ല, ചലച്ചിത്രത്തിൽ വന്ന പാട്ടല്ല എന്നങ്ങ് പറഞ്ഞു നിന്നോണം. അപ്പൊ മയൂര നടനം, മയൂരം മയില്. മയൂഖം എന്താണ്? മയൂഖം രശ്മിയാണ്. മയൂഖം രശ്മി. അപ്പൊ ഇനി മറക്കത്തില്ലല്ലോ, മയൂരം നടനം, മയൂര നടനം ആടിനാൻ, അത് മയില്. മയൂഖം രശ്മി.
ഇനി ഋണം എന്ന് പറഞ്ഞാൽ കടമാണ്, ഋതം എന്ന് പറഞ്ഞാൽ സത്യവുമാണ്. ഋണം കടമാണെന്ന് ഓർത്തു വെക്കാനായിട്ട് ഈ ബാങ്കിലൊക്കെ മാർച്ച് മാസത്തിലുണ്ടല്ലോ, അവിടെ എഴുതി വെച്ചേക്കും ഋണനിർമാർജന യജ്ഞമെന്ന്. അതായത് കടം ഒഴിവാക്കി കൊടുക്കുന്നതിന് പലിശ, കൂട്ടുപലിശയൊക്കെ ഒഴിവാക്കിയിട്ട് കടം ഒഴിവാക്കി കൊടുക്കുന്നതിനാണ് ഋണനിർമാർജനം എന്ന് യജ്ഞമായിട്ട് ഒരു വലിയ ബാനറൊക്കെ ഇങ്ങനെ വെക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മളത് കണ്ടാലും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവും. ആക്ച്വലി കടം നിർമാർജനം ചെയ്യാൻ ബാങ്ക് സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഋണം കടം, ഋതം സത്യം. ഇനി നിണമുണ്ട്. നിണം രക്തം, രക്തം അല്ലേ? രണമോ രണം, യുദ്ധം. അംഗം യുദ്ധം എന്നൊക്കെ പറയുന്നതാണ് രണം. തൃണമോ പുല്ല്. തൃണം എന്താണ്? പുല്ല്. അപ്പൊ ഇത്രയും ഒന്ന് ഓർക്കണം. ഋണം കടം, ഋതം സത്യം, നിണം രക്തം, പിന്നെ രണം യുദ്ധം, തൃണമാണെങ്കിൽ പുല്ല്. നമ്മൾ പറയില്ലേ, എൻ്റെ വാക്കുകൾ അവൾ തൃണവൽഗണിച്ചു, പുല്ലുവിലയാണ് തന്നത്, പുല്ലുപോലെ കണക്കാക്കി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ തൃണവൽഗണിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ അല്ലേ? യെസ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കോടീരബന്ധനം. ശിവനെ കുറിച്ചുള്ളൊരു സ്തുതിയിലില്ലേ കോടീരബന്ധനം? ആനെ മറന്നുപോയി. എങ്കിലും കോടീരം എന്ന് പറഞ്ഞാൽ കിരീടം. കോടീരം കിരീടം. കോടരം എന്താണെന്നറിയാമോ? മരത്തിന്റെ പൊത്ത്, മരത്തിന്റെ പോടെന്നൊക്കെ പറയത്തില്ലേ? പണ്ട് ഈ അമ്മച്ചിപ്ലാവില് ഒരു പോടുണ്ടായിരുന്നു, കോടരം. അവിടെയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരെ പേടിച്ച് കയറിയിരുന്നത്. ഒരു മരത്തിന്റെ പോടാണ്. ആ പോടിനെയാണ് അമ്മച്ചിപ്ലാവ് എന്നുള്ളൊരു പേരൊക്കെ കിട്ടിയത്. ഭ്രാന്തൻ ചാന്താനൊക്കെ വഴി തെറ്റിച്ചു വിട്ടില്ലേ എട്ടുവീട്ടിൽ പിള്ളമാര് വന്നപ്പോൾ നമ്മൾ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ? മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവലിലെ ഒരു മുഖ്യ പരാമർശമാണ് അതൊക്കെ. അപ്പോ അത് ഓർത്തു വെച്ചാൽ മതി. ഒരു കോടരത്തിൽ കയറിയാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചത്. മരത്തിന്റെ പോടിനെയാണ് കോടരം. കോടീരം കിരീടം. മുടി എന്നും കിരീടത്തിന് പേരുണ്ട്. കിരീടത്തിനാണ് മുടി. അതുകൊണ്ടാണ് മുടി ചൂടാമന്നൻ. അത് രാജാവ് മൊട്ടയായതുകൊണ്ടല്ല. രാജാവ് മൊട്ടയായതുകൊണ്ടാണ് മുടി ചൂടാമന്നൻ എന്ന് പറയുന്നതല്ല. കിരീടം വെക്കാത്ത രാജാവ്. മുടിയേറ്റ് എന്ന് പറയുന്ന ഒരു പൈതൃക കലയില്ലേ? യുനെസ്കോയൊക്കെ അംഗീകരിച്ച മുടിയേറ്റ്. ഈ മുടിയേറ്റ് വലിയ കിരീടം വെച്ച് നടത്തുന്ന അനുഷ്ഠാന കലയായതുകൊണ്ടാണ് അതിന് മുടിയേറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ മുടിയെന്നും പറയും. ഇനി തർജന, കോപം. സാധാരണ കോപം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വിരൽ ചൂണ്ടി സംസാരിക്കും. എന്നോട് കളിക്കല്ലേ, നിങ്ങനെ സംസാരിക്കും അല്ലേ? അപ്പൊ ദാ ഈ ചൂണ്ടിയ സാധനത്തിന്റെ പേരാണ് തർജനി. ഇതെന്താണ്? തർജനി. തർജന വന്നപ്പോൾ അവൾ തർജനി ചൂണ്ടി സംസാരിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുവാണെങ്കിലേ, ഉപയന്താവ് നിങ്ങളുടെ ഭർത്താവ് എങ്ങാനും അവിടെ ഇങ്ങനെ ചൂണ്ടി ഡി ഡേ ഡേ ഡി എന്നെങ്ങാനും വിളിക്കുവാണെങ്കിൽ ജസ്റ്റ് പറയണം, തർജനി താഴ്ത്തിയിടൂ, തർജനി താഴ്ത്തിയിടൂ. എൻ്റെ നേർക്ക് അങ്ങനെ തർജനി ഒന്നും നീട്ടണ്ട. തർജനി എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ. അപ്പൊ എപ്പോ തർജനി നീട്ടും? തർജന വരുമ്പോ. തർജന കോപം, തർജനി ചൂണ്ടുവിരൽ. തർജനി അല്ലേ? തർജനി താഴ്ത്തിയിട്ട്, തർജനി താഴ്ത്തിയിടുന്നുണ്ട്. തർജനി എന്താ? ചൂണ്ടുവിരൽ. ഓക്കെ അല്ലേ? തർജന വരുമ്പം തർജനി വെച്ച് കളിക്കല്ലേ എന്ന് പറയും. ഇനി അപ്പൊ അത് തർജനിയാണെങ്കിൽ ഈ മോതിരിടുന്ന വിരലിനെ എന്താ പറയാന്നറിയോ? അനാമിക. അപ്പൊ അനാമിക എന്ന് പേരുള്ള കുട്ടികളൊന്ന് ഓർക്കുക. അനാമിക എന്നാൽ മോതിര വിരലാണ്. നാമമില്ലാത്തവൾ എന്നൊരർത്ഥം അതിനുണ്ട്. നാണമല്ല, നാമം, പേര് അനാമിക. പക്ഷെ അനാമിക മോതിര വിരലാണ്. അനാമിക മോതിര വിരലിന് പറയുന്ന പേരാണ് അനാമിക. അനാമിക എന്താണ്? മോതിര വിരലാണ്. അപ്പോൾ അതോ ഇനിയിപ്പം എൻഗേജ്മെൻ്റ് ഒക്കെ കഴിയാത്ത മക്കളുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റിന് പോകുമ്പോൾ നാട്ടുകാരൊക്കെ കേൾപ്പിക്കാനായിട്ട് കല്യാണ പെണ്ണൊക്കെ ഒന്ന് വണ്ടറടിക്കട്ടെ. പറയണം, കുട്ടി ആ അനാമിക നീട്ടു, ഞാനതിലൊരു അഭിജ്ഞാന അങ്കുലീയം അണിയിക്കട്ടെ. അഭിജ്ഞാന അങ്കുലീയം എന്ന് പറഞ്ഞ അടയാള മോതിരം. ഇപ്പൊ ആ ചെക്കൻ്റെ പെണ്ണാണ് ഇതെന്ന് നാട്ടുകാർക്കൊരു അടയാളം ആയിക്കോട്ടെ. അപ്പൊ അഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ അടയാളമാണ്. അപ്പോൾ കുട്ടീന്ന് വിളിച്ചിട്ട് പറയണം, കുട്ടി
നിന്റെ അനാമിക നീട്ടു, ഞാൻ അനാമികയിൽ ഒരു അഭിജ്ഞാന അങ്കുലീയം അണിയിക്കട്ടെ. അങ്കുലീയം എന്താണ്? മോതിരം. അങ്കുലി വിരല്, അങ്കുലീയം മോതിരം. അപ്പൊ അവിടെ കൂടിയ ആളുകളൊക്കെ വിചാരിക്കും, അയ്യോ ഇവനെന്താ നിസാര പുള്ളി അല്ല, നല്ല മലയാളത്തിൽ ജ്ഞാനമുള്ള ഒരു വിദ്വാനാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ തർജന കോപം, തർജനി ചൂണ്ടുവിരൽ, അനാമിക മോതിരവിരൽ. ഇനിയോ തുകിർ. തുകിർ എന്നാൽ പവിഴമാണ്. പ്രവാളവും എന്ത് തന്നെ? വിദ്രുമം. പ്രവാളം, വിദ്രുമം. തുകിർ പവിഴത്തിന്റെ പര്യായം. പവിഴം. മണിപ്രവാളം. മലയാളമാകുന്ന മണിയും പ്രവാളമാകുന്ന സംസ്കൃതവും ചേർന്നതല്ലേ മണിപ്രവാളം. ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം. ഓക്കെ. ഇനി തുകിലെന്താ? വസ്ത്രം. തുകിലെല്ലാം അഴിച്ചിട്ടങ്ങവരെല്ലാം കുളിക്കുമ്പോൾ മുകിൽ വർണ്ണൻ കൈക്കലാക്കി അവർ തൻ ചേല. മുകിൽ വർണ്ണൻ, മുകിൽ മേഘം, തുകിൽ വസ്ത്രം. അപ്പൊ തുകിൽ എന്നാൽ വസ്ത്രമാണ്, മുകിൽ എന്നാലോ മേഘവുമാണ്. അപ്പൊ മുകിൽ വർണ്ണൻ എന്നവിടെ വിളിച്ചത് ആരെയാ? ശ്രീകൃഷ്ണനെ. മുകിൽ വർണ്ണൻ ഏത് സമാസമാണ്? ഒരു വഴിക്ക് പോവല്ല, അതും കൂടി ഇരിക്കട്ടെ. മുകിൽ വർണ്ണൻ, മുകിലിന്റെ വർണ്ണമുള്ളവൻ ആരോ അവൻ ബഹുവ്രീഹി അല്ലേ. അപ്പോ തുകിർ പവിഴം, തുകിൽ വസ്ത്രം, മുകില മേഘം. ഇനി രുധിരം. നിണം നമ്മൾ പഠിച്ചായിരുന്നു. രുധിരം, രോഹിതം. രോഹിതത്തിന് രക്തചുവപ്പ്, കടും ചുവപ്പ് എന്നൊരർത്ഥവും ഉണ്ട്. രോഹിത് എന്ന് പേരുള്ള കുട്ടികളെ എടാ ചുവപ്പ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇങ്ങനെയൊക്കെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം അത് പദത്തിന്റെ ഒരു അർത്ഥമല്ലേ. ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, രോഹിതം എന്ന് പറഞ്ഞാൽ രക്തമാണ്, അപ്പൊ രോഹിത്തിനെ ഞങ്ങളൊന്ന് ചുവപ്പാന്ന് വിളിക്കും എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് തന്നെ. അപ്പൊ രുധിരം രക്തം. രുദിതം കരച്ചിൽ. രുദിതം. ക്രന്ദനം, രോദനം ഒക്കെ എന്താണ്? കരച്ചിൽ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ വിലാപം, ഒരച്ഛൻ്റെ രോദനം എന്ന് സുരേഷ് ഗോപി സാർ പറയില്ലേ, അപ്പൊ അതൊക്കെ ഓർത്താൽ മതി. ക്രന്ദനം, രോദനം. രുദിതം, രുധിരം രക്തം. രുദിതം ആണെങ്കിൽ രോദനം ഓർത്തു വെച്ചാൽ മതി. ചെല്ല് എന്ന് പറയും. എന്നാൽ പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ അതിഥിയായിട്ടൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ ചോദിക്കും, ഞാൻ പൊക്കോട്ടെ എന്ന് കോഴിക്കോട് ചോദിക്കുമെങ്കിൽ തിരുവനന്തപുരത്തുകാർ എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് ചോദിക്കും. ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാവത്തില്ല. എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറയും. അതായത് എന്നാൽ ഞാൻ പൊക്കോട്ടെ, യാത്ര അല്ലേ. ഇപ്പം അത് ഓർത്താൽ മതി. തിരുവനന്തപുരത്തുകാരുടെ എന്നാൽ ഞാൻ പിന്നെ ചെല്ലട്ടെ, നാളെ ചെല്ലാൻ പറഞ്ഞു. അതേനെ ഞങ്ങൾ പറയുന്ന സ്ഥിരം ഡയലോഗാ. മറ്റന്നാൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു, നാളെ ചെല്ലാൻ പറഞ്ഞു. അതന്നെ. ചെല്ലാൻ എന്താ? നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ പോയിട്ട് ചെല്ലാൻ എഴുതി കൊടുക്കും. ആ ചെല്ലാനല്ല, നാളെ ചെല്ലാൻ പറഞ്ഞു, നാളെ യാത്ര ആയാൽ മതി എന്ന് പറഞ്ഞു. നാളെ ചെല്ലാൻ പറഞ്ഞു മീൻസ് നാളെ എത്തിച്ചേരാൻ പറഞ്ഞു എന്നുള്ള അർത്ഥം. അപ്പൊ ചെല്ല് യാത്ര. ചൊല്ല് നമുക്കറിയാം വാക്ക്. മൂത്തവർ ചൊല്ലും വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരയ്ക്കും അല്ലേ. അപ്പൊ ചൊല്ലോ വാക്ക്, പ്രയോഗം എന്നൊക്കെയുള്ള അർത്ഥം. ഇനി സ്തോമം എന്താണ്? കൂട്ടം. സ്തോമം കൂട്ടം. സ്തോഭം ആണെങ്കിലോ വികാരം. സ്തോഭമടക്കാൻ കഴിയാതെ അവൾ നിന്ന് വിറച്ചു. സ്തോഭം വികാരം. ദേഷ്യം എന്നുള്ള അർത്ഥമല്ല, എല്ലാ വികാരങ്ങളും, അത് സ്നേഹമാവാം, ദേഷ്യമാവാം, വെറുപ്പാവാം അല്ലേ, അങ്ങനെ വരുന്നൊക്കെ സ്തോഭം എന്ന് പറയും. സ്തോഭത്തിന് കോമൺ ആയിട്ട് വികാരം എന്നുള്ളൊരർത്ഥമാണ് ഉള്ളത്. സ്തോഭം. ഓക്കെ. സ്തോമം കൂട്ടം, സ്തോഭം വികാരം. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ ചേർത്ത് വായിക്കേണ്ടതാണ് സ്തഭം എന്താണെന്നറിയോ? ആട്. സ്തഭം ആട്. ഓക്കെ അല്ലേ. പാത്തുമ്മയുടെ സ്തഭം. പാത്തുമ്മയുടെ ആടിനു പകരം പാത്തുമ്മയുടെ സ്തഭം. പാത്തുമ്മയുടെ സ്തഭത്തിനെ പിടിച്ച് സ്തംഭത്തിൽ കെട്ടിയിട്ടു. സ്തംഭം എന്താണ്? തൂണാണ് സ്തംഭം. നമുക്കറിയാം. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം അല്ലേ. അവിടെ ഏത് നടക്കുന്നു എന്നൊന്നും അറിയില്ല. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അത്രേ ഉള്ളൂ അല്ലേ. മറ്റുള്ളവരുടെ കാര്യമൊന്നും ഇടപെടില്ല, എൻ്റെ കാര്യം നടക്കണം, ആറ്റിറ്റ്യൂഡ്. അപ്പൊ സ്തഭമാട്. പാത്തുമ്മയുടെ സ്തഭം. പാത്തുമ്മയുടെ സ്തഭത്തിനെ പിടിച്ച് സ്തംഭത്തിൽ കെട്ടിയിട്ടു. പൂതം പരിശുദ്ധം. അതുപോലെ ഭൂതമാണെങ്കിൽ കഴിഞ്ഞത്. ഭൂതകാല സ്മൃതികൾ, ഭൂതകാലം ഒക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ പൂതം പരിശുദ്ധം,
ഭൂതം കഴിഞ്ഞത്. ഇനി ഉഡു എന്താണ്? ഉഡു നക്ഷത്രം. നമ്മൾ ഉഡുരാജനോ, ഉഡുരാജൻ ഉഡുരാജമുഖേ മൃഗരാജഘടി ഗജരാജ വിരാജിത മന്ദഗതി. സുന്ദരി ലക്ഷണം പാടണം കേട്ടിട്ടില്ലേ? അതെന്ന് പറഞ്ഞാല് ഉഡുരാജൻ, ഉഡുരാജന്റെ മുഖം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കണം എന്നുള്ള അർത്ഥത്തില്. പിന്നെ മൃഗരാജ ഖടി എന്താ? സിംഹത്തിന്റെ അരക്കെട്ട് പോലെ. ഖടി വയറാണ്, അരക്കെട്ടാണ്. അതുപോലെ തന്നെ ഗജരാജ വിരാജിത മന്ദഗതി, ആനയെ പോലെ നടക്കുന്നവളായിരിക്കണം. അപ്പൊ സുന്ദരിക്ക് ഇപ്പൊ എത്ര ധൃതി ഉണ്ടെങ്കിലും സുന്ദരി എന്ന് ചെയ്യരുത്. ഭയങ്കര ധൃതിയിൽ നടന്നു പോകരുത്. നമ്മൾ സുന്ദരി ആവണമെങ്കിൽ പതിയെ നടന്നു പോയാൽ മതി. അത്യാവശ്യമൊക്കെ ആണെങ്കിൽ, അല്ലെ, അത്യാവശ്യമാണെങ്കിലും അങ്ങനെ നടക്കാവുള്ളൂ അത്രേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആപേക്ഷികമാണ്, ട്രോളണ്ട. ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാ. ഉഡു നക്ഷത്രം, ഉഡുരാജൻ ചന്ദ്രൻ. എന്നാൽ ഉടുപ്പം അധികം കേട്ടിട്ടില്ലാത്ത പദമാണ്. ചങ്ങാടം ഇല്ലേ, പുഴയിലേക്ക് ഇക്കരെ നിന്നും അക്കരെ കടക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചങ്ങാടം, അതിനാണ് ഉടുപ്പം എന്ന് പറയുന്നത്. ഉഡു നക്ഷത്രം, ഉഡുരാജൻ ചന്ദ്രൻ, ഉടുപതി എന്ന് വിളിക്കും. നക്ഷത്രത്തിന്റെ ഭർത്താവായിട്ടും ആരെ കണക്കാക്കിയിട്ടുണ്ട്? ചന്ദ്രനെ. അധിപൻ എന്നുള്ള അർത്ഥം, ഭർത്താവല്ല അധിപൻ, രാഷ്ട്രപതി എന്ന് പറയുന്നില്ലേ, അതുപോലെ ഉടുപതി, താരകങ്ങളുടെ അധിപനായിട്ടുള്ള ചന്ദ്രൻ എന്നുള്ള അർത്ഥം. ഉടുപ്പം ചങ്ങാടം. പരിവാദം അപവാദം, മറ്റുള്ളവരെ കുറിച്ച് മോശം ദൂഷണം പറയുന്നതിനാണ് നമ്മൾ പരിവാദം എന്ന് പറയുന്നത്. അപവാദം പറയുക. ഇനി പരിതാപം, വേദന. പരിതാപം വേദന. നമ്മൾ പറയില്ലേ, പരിതാപസ്ഥിതി എന്നൊക്കെ പറയും. വേദനയുള്ള അവസ്ഥയ്ക്കാണ് പരിതാപം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതോ, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കുറച്ച് വേർഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പ്രകാരം. അപ്രകാരം പറയണ്ടായിരുന്നു കേട്ടോ. നീ ഇപ്രകാരം എന്തിനാ ചെയ്തത്? അപ്രകാരം ചിന്തിക്കുകയേ ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ, അതാണ് പ്രകാരം, രീതി. ഇനി പ്രാകാരം എന്ന് പറഞ്ഞാലോ, കോട്ട. പ്രാകാരം, കോട്ട എന്നും പറയും, മതിലെന്നും നമ്മൾ പറയും. വലിയ മതിലോ കോട്ടയോ ഒക്കെ ആണെങ്കിൽ പറയും എന്താ? പ്രകാരം. പ്രാകാരം. പ്രകാരമാണെങ്കിൽ രീതി, നമുക്കറിയാം, സ്റ്റൈല് അല്ലേ, എന്ത് പ്രകാരം എന്നുള്ള രീതിയിലാണ്. ഇനി ആകാരം, രൂപം നമ്മൾ കേട്ടിട്ടില്ലേ? ഭീമാകാരം എന്ന് വെച്ചാൽ വലിയ രൂപം എന്നുള്ള അർത്ഥത്തിലാണ് ഭീമാകാരം പറയുന്നത്. ഇനിയോ ആകാരം, മാളിക. കഴിഞ്ഞ SI പരീക്ഷയുടെ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയുടെ, മെയിൻസ് പരീക്ഷയുടെ ചോദ്യമായിരുന്നു ഖണ്ഡാകാരം. ഖണ്ഡാകാരം. ഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ മാളിക. ഖണ്ഡാകാരം മീൻസ് വലിയ മാളിക. വലിയ മാളിക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ഖണ്ഡാകാരം. മാലേയം മാറോടണഞ്ഞു. മാലേയം ചന്ദനം. മാലേയം ചന്ദനം. പ്രാലേയം മഞ്ഞ്. മഞ്ഞല്ല, മഞ്ഞ്. ഇപ്പൊ പ്രാലേയം എന്താ? മഞ്ഞാണ്. പ്രാലേയം മഞ്ഞ്. അപ്പോ പ്രാലേയം വീണ് കിടക്കുന്ന വഴിയിലൂടെ മാലേയെ കുറിയണിഞ്ഞ് അവൾ നടന്നു. ഗുർവി നടന്നു. രാവിലെ ആയപ്പോൾ ഞാൻ പ്രാലേയം വീണ് കിടക്കുന്ന വഴിയിലൂടെ മാലേയെ കുറിയണിഞ്ഞ് നടന്നു. അതായത് മഞ്ഞ് വീണ വഴിയിലൂടെ ചന്ദനക്കുറി അണിഞ്ഞ് നടന്നു എന്നുള്ള അർത്ഥം. അതിന് നമ്മളൊന്ന് ശുദ്ധ മലയാളത്തിലാക്കി. പ്രാലയം വീണ വഴിയിലൂടെ മാലയെ കുറിയണിഞ്ഞ് നടന്നു. കൊള്ളാം അല്ലേ? കവിതയൊക്കെ എഴുതുമ്പോൾ അങ്ങനെ അങ്ങ് എഴുതിക്കോണം. പ്രാലേയം വീണ വഴിയിലൂടെ ഗുർവി മാലയെ കുറിയണിഞ്ഞ് നടന്നു. എന്നിട്ടൊന്ന് കമ്പോസ് ചെയ്ത് നോക്കിയേ. അതാണ്. എന്നിട്ട് കമ്രം എന്താണ്? കമ്രം. കമ്രം. കമ്രം കൂട്ടം. നമ്രം കുനിഞ്ഞത്. കമ്ര നക്ഷത്ര കന്യകൾ. നമ്ര ശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. കമ്രം കൂട്ടം, നമ്രം കുനിഞ്ഞത്. ഇനി ആവർത്തിച്ച് PSCക്ക് വന്ന ഒരു ചോദ്യമായിരുന്നു നമ്രം എന്നതിൻ്റെ വിപരീതം എന്താണെന്ന്. കുനിഞ്ഞതല്ലേ നമ്രം? ഉന്നമ്രം, ഉയർന്നത്. ഉന്നമ്ര ശിരസ്കരാവണം നമ്മളെ മക്കളൊക്കെ. മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും തല കുലിച്ച് പിടിച്ച് നിൽക്കരുത്. അത് തല കുനിയേണ്ട ഇട വരുത്തരുത് എന്നൊക്കെ പറയത്തില്ലേ. എപ്പോഴും നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ആർജവം സത്യസന്ധതയാണ്, ധൈര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സത്യസന്ധത നമ്മൾ കീപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് ഉന്നമ്ര ശിരസ്കരായി നിൽക്കാം. നമ്ര ശിരസ്കരായി നിൽക്കുന്ന എപ്പോഴാണ്? നാണിച്ചു പോകുമ്പോഴല്ലേ. അപ്പം അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് നമ്ര ശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ, നക്ഷത്രങ്ങൾ പോലും നാണിച്ച് തലകുനിച്ചു എന്ന് കവി പറഞ്ഞത്. ഓക്കെ അല്ലേ? കഥനം.
പറച്ചിൽ. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിലെ ഒരു മത്സരമുണ്ട്, കോമ്പറ്റീഷൻ, സ്റ്റോറി ടെല്ലിങ്. അതിൻ്റെ മലയാളം എന്താ? കഥാകഥനം, കഥ പറച്ചിൽ അല്ലേ? അപ്പോൾ കഥനം എന്ന് വെച്ചാൽ പറച്ചിലാണ്. കഥനം പറച്ചിലാണ്. കഥനം ഒരു കഥയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ കഥനം ദുഃഖം, കഥനം പറച്ചിൽ. നേരിയ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. ഇനി കന്ധരം കഴുത്ത്. രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ കന്ധരത്തിനൊരു വേദന, ഈ കന്ധരത്തിന്റെ ഭാഗത്തൊരു വേദന എന്ന് പറഞ്ഞാൽ കഴുത്ത് വേദന എന്നുള്ള അർത്ഥം. ഇനി കന്ധരമോ ഗുഹ. സിംഹത്തിന്റെ കന്ധരം, കടുവയുടെ കന്ധരം എന്നൊക്കെ പറഞ്ഞാൽ ഗുഹ. ഇനി മൃതി ജനികൾക്കപ്പുറം, പാട്ട് കവിതയല്ലേ. അപ്പൊ മൃതി മരണം, അതിന് നേരെ വിപരീതമാണ് ജനനം. അപ്പൊ മൃതി മരണമാണെങ്കിൽ സ്മൃതി എന്താണ്? ഓർമ്മയാണ്. മൃതിയുടെ നേരെ വിപരീതം ജനിയും സ്മൃതിയുടെ നേരെ വിപരീതം വിസ്മൃതിയുമാണ്. വിസ്മൃതി മറവി, സ്മൃതി ഓർമ്മ. അപ്പോൾ മൃതി മരണം, സ്മൃതി ഓർമ്മ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ജനനം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. മൃതിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ജനനിയാണെങ്കിലോ അമ്മ. അമ്മേ ജനനി. ചുമ്മാ പാട്ടുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പാടി നോക്കുക. അപ്പം വീട്ടിൽ തന്നെ എന്നും അമ്മയെ ചോറുതാ, അമ്മയെ വെള്ളം താ, അമ്മേ ഞാൻ ഉറങ്ങാൻ പോവാ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ല. അപ്പം അതൊന്നും മാറ്റിയിട്ട് ജനനി സീരിയൽ കാണുവാണോ? ജനനി എനിക്ക് എന്താ ഇന്ന് രാത്രി ഭക്ഷണം ഒക്കെ ചോദിക്കണം. ഭക്ഷണമെന്ന് ചോദിക്കരുത്, പ്ലാനം. അപ്പം വീട്ടിൽ പോയിട്ട് ഇന്നൊന്ന് വെറൈറ്റിക്ക് വിളിക്കുക. ജനനി ഒരു ഗ്ലാസ് പ്രാണതം തരുമോ? എനിക്ക് നല്ല പിപ്പാസയുണ്ട്. അല്ലേ? അപ്പം അമ്മ പാവം അവിടെ ഇരുന്ന് സീരിയൽ കാണുമായിരുന്നു. അപ്പം അമ്മയോട് പോയിട്ട് ജനനി നല്ല പിപ്പാസയുണ്ട് ഈ തനയന്, ഒരു ഗ്ലാസ് തന്നെ ഇരുന്നോട്ടെ, ഒരു ഗ്ലാസ് പ്രാണതം തരൂ, അല്ലെങ്കിൽ ഉദകം തരൂ. ഉദകം വെള്ളം, പ്രാണതം വെള്ളം. അമ്മ ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോൾ പറയണം, മാത്രമല്ല ജനനി എന്നെ ആവർത്തിച്ചോളൂ. മാത്രമല്ല ജനനി, എനിക്ക് പിപ്പാസ മാത്രമല്ല നല്ല ബുഭുക്ഷയുമുണ്ട്, പ്ലാനം എടുത്തോളൂ, ഞാനിപ്പോൾ തന്നെ ആഗതനാക്കാം. നല്ല രസമായിരിക്കൂലേ? അതെ. ഞാൻ ഈ തുകിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. തുകിലൊക്കെ മാറ്റി വേറെ തുകിലൊക്കെ എടുത്തിട്ടിട്ട് വരാം. അപ്പോഴേക്കും ആദ്യം എനിക്ക് എൻ്റെ പിപ്പാസ അടക്കാൻ ഒരു ഗ്ലാസ് പ്രാണതം എടുത്തു വെക്കൂ. അത് കഴിഞ്ഞ് നല്ല ബുഭുക്ഷയുണ്ട്. ബുഭുക്ഷ, വിശപ്പ്, ആഹാരം കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. അപ്പം ആ ബുഭുക്ഷ അടക്കാനായിട്ട് ജനനി എനിക്ക് എന്തെങ്കിലും പ്ലാനം എടുക്കൂ. പ്ലാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം. അതൊന്ന് ഭുജിച്ചിട്ട് പോയി ഞാൻ ഭജിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം വീണ്ടും അമ്മ അന്തം വിട്ട് നിൽക്കും. കാരണം രാവിലെ പോയ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി വന്നപ്പോഴാണ് ഇത്തരത്തിലൊക്കെ പറയുന്നത്. വീണ്ടും അമ്മ ഇങ്ങനെ കണ്ണുകൾ തുറച്ചു നിൽക്കുമ്പോൾ അമ്മയോട് പറയണം, എന്താ പ്രസു ഇങ്ങനെ എന്നെ തന്നെ ഒരു ദൃഷ്ടി എന്നിൽ അർപ്പിച്ചൊരു ദ്രഷ്ടാവായിട്ട് നിൽക്കുന്നത്? പ്രസു ഇങ്ങനെ എന്നിൽ ദൃഷ്ടി അർപ്പിച്ച് ദ്രഷ്ടാവാകരുത്. ദ്രഷ്ടാവ് PSCയുടെ ആവർത്തിച്ച ചോദ്യമാണ്. നോക്കുന്നവൻ ദ്രഷ്ടാവ്, കാഴ്ച കാണുന്നവൻ ദ്രഷ്ടാവ്. അപ്പോഴേക്കും പിന്നെ അമ്മയ്ക്ക് കംപ്ലീറ്റ് ആവും. അപ്പോഴേക്കും അമ്മ വിളിക്കേണ്ടവരൊക്കെ ഫോൺ വിളിച്ചോളൂ. നമ്മുടെ മോൻ എന്തോ പറ്റി, രാവിലെ പോയപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം പ്രസു എന്നും ജനനി എന്നും പ്ലാനമെന്നും പ്രാണതമെന്നും ഭുജിക്കലെന്നും ഭജിക്കലെന്നും എന്തോ പിപാസ എന്നും ബുഭുക്ഷ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഞെട്ടിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരും. അപ്പം നാട്ടുകാരൊക്കെ കൂടുമായിരിക്കും. പക്ഷെ അപ്പം പറയണേ, ഇതാണ് എൻ്റെ മലയാളം ഇനി മുതൽ, ഇതാണ് എൻ്റെ ശുദ്ധ മലയാളം. ഇങ്ങനെയൊക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയാലോ? അത് തന്നെ. അപ്പം ജനനി അമ്മ. ഇനി കച്ചം. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ ഓടിക്കൂടി നിങ്ങളെ ഒന്ന് ഏറിക്കയറ്റുമല്ലോ. അപ്പം നിങ്ങൾ പറയണം, അമ്മേ ഞാൻ ആ ഭാഗീരഥി കച്ചത്തിലേക്ക് പോവുകയാണ് അമ്മേ, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ എവിടെ പോകുന്നു? ഭാഗീരഥി കച്ചത്തിലേക്ക്. അപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് ഉലക്ക ഉണ്ടെങ്കിൽ ഉലക്ക, പത്തലുണ്ടെങ്കിൽ പത്തലൊക്കെ എടുക്കും. ആരാടാ ആ പെണ്ണ് എന്ന് ചോദിക്കും. ഞാൻ ഭാഗീരഥി കച്ചത്തിലേക്ക് പോവുകയാണ് അമ്മേ, ഭാഗീരഥി കച്ചത്തിലേക്ക്. അപ്പോഴമ്മ പറയും, എനിക്ക് അന്നേ തോന്നി ഇവൻ ഏതോ ഒരു പെണ്ണുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്, ദേ ഭാഗീരഥി എന്ന് അവളെ പേര്. പക്ഷേ അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അമ്മേ ഭാഗീരഥി കച്ചം എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയുടെ തീരത്ത് സന്യാസം. കുറച്ച് ദിവസം ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നുണ്ട്. മലയാളം പറഞ്ഞതിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. ഭാഗീരഥി ആരാ? ഗംഗ. കച്ചം എന്താ? തീരം. അപ്പം ഞാൻ ഭാഗീരഥി കച്ചത്തിലേക്ക് പോയി കുറച്ച് സ്വസ്ഥമായിട്ടിരുന്നിട്ട് വരട്ടെ.
അപ്പം അമ്മയ്ക്ക് അല്പസ്വല്പം മലയാളമൊക്കെ അറിയായിരുന്നു. അമ്മ പറഞ്ഞു, നീ ആ കച്ചത്തിൽ പോരുന്ന വല്ല കച്ചപവും കയറി വരുവോടാ. കച്ചപം എന്ന് പറഞ്ഞാൽ ആമ. കച്ചം തീരം, തീരം. ഭാഗീരഥി കച്ചം ഗംഗാതീരം. കച്ചപം ആമ. കൊള്ളാല്ലേ? കച്ചത്തിലിരുന്നപ്പോൾ കച്ചപം കയറി വന്നു. ഇനി സർവഥാ, എല്ലാ അർത്ഥത്തിലും. അപ്പൊ പിന്നെ അമ്മ തന്നെ പറയും, വേണ്ട മോനെ ഭാഗീരഥി കച്ചത്തിലൊന്നും പോകണ്ട. എന്നിട്ട് അമ്മ തന്നെ പറയും, അതേ സർവഥാ എൻ്റെ മോൻ ഇവിടെ തന്നെ നിൽക്കാൻ അനുയോജ്യനാണ്. കാരണം അവനൊന്ന് ശുദ്ധ മലയാളം പഠിച്ചതാണ് ഈ കണ്ടതൊക്കെ. അത്രയേ ഉള്ളൂ എൻ്റെ മോന്, ഒരു കുഴപ്പമില്ല. അവൻ സർവ്വതാ മലയാളം പഠിക്കും. സൈലം PSCയിലെ ഗുരുവിയുടെ മലയാളം ക്ലാസ്സാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഒരു ആ ഒരു പ്രൊമോഷനും കൂടി ഇരുന്നോട്ടെ. അതാണ് സർവഥാ, എല്ലാ അർത്ഥത്തിലും, സർവദാ, എല്ലായ്പ്പോഴും. എൻ്റെ മോനെ PSCക്കാണ് പഠിക്കുന്നത്. സർവഥാ PSC, കേരള PSCയോട് പറയാണ്, അമ്മ പറഞ്ഞു, എൻ്റെ മോനെ വിളിച്ചൊരു ജോലി കൊടുക്ക്, എല്ലാ അർത്ഥത്തിലും അവൻ അനുയോജ്യനാണ്. മലയാളമൊക്കെ സെറ്റായി കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രാണതമെന്നും പ്ലാനൊന്നും ഭുജിക്കലെന്നും ഭജിക്കലെന്നും അല്ലേ, ബുഭുക്ഷയെന്നും പിപാസയെന്നും പ്രസുവെന്നും ജനനി എന്നൊക്കെ പറഞ്ഞത് അതാണ്. അതുകൊണ്ട് സർവഥാ PSC വിചാരിച്ചോളൂ എൻ്റെ മോൻ അനുയോജ്യനാണ്. കാരണം സർവദാ സൈലത്തിലെ ക്ലാസ് കാണല്ലേ എന്നെ, 24 hours സർവദാ, എല്ലായ്പ്പോഴും. അപ്പം ദ വന്നാൽ എല്ലായ്പ്പോഴും, ധ വന്നാൽ എല്ലാ രീതിയിലും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. അപ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് വിചാരിക്കേണ്ട. ആവർത്തിച്ചൊക്കെ PSCയുടെ പല പരീക്ഷകൾക്ക് വന്നതാണ്. ഇതുപോലെ കൺഫ്യൂസിങ് വേർഡ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.